മാദകദ്രവ്യങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ ഉപയോഗത്തിലിരിക്കുന്നതും മാരകമായ ഭവിഷ്യത്തുകളിലേക്ക് നയിക്കുന്നതുമായ ഒന്നാണ് മദ്യം. മതത്തെ ജനിപ്പിക്കുന്നത് എന്നാണ് മദ്യമെന്ന വാക്കിന്റെ അർത്ഥം. കേരളം മദ്യത്തിന്റെ സ്വന്തം നാടായി മാറിയിട്ട് കാലമേറെയായി. $3,34,00,000 ജനസംഖ്യയുള്ള കേരളത്തിൽ ഏകദേശം 1 കോടിയോളം സ്ഥിരം മദ്യപാനികളുണ്ടെന്ന് കണക്കാക്കപ്പെടുന്നു. മദ്യപാനത്തിന്റെ ആളോഹരി വിഹിതം പഞ്ചാബിൽ 7.9 ലിറ്ററാണെങ്കിൽ കേരളത്തിൽ അത് 8.3 ലിറ്ററാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മദ്യം ഉപയോഗിക്കുന്നത് കേരളീയരാണ്. രാജ്യത്തെ ജനസംഖ്യയുടെ 4% താഴെ മാത്രമേ കേരളത്തിലുള്ളൂവെങ്കിലും മദ്യവിൽപ്പനയുടെ 16% നമ്മുടെ ഈ കൊച്ചു കേരളത്തിലാണ്. ദേശീയ ശരാശരിയുടെ 3 ഇരട്ടി മദ്യമാണ് മലയാളികൾ ഉപയോഗിക്കുന്നത്. മുൻപ് 300 പേരിൽ ഒരാൾ മദ്യപിച്ചിരുന്ന സ്ഥാനത്ത് ഇപ്പോൾ 20 പേരിൽ ഒരാൾ മദ്യപിക്കുന്നു. ജനസംഖ്യയിൽ 5% പൂർണ്ണമായും മദ്യത്തിന് അടിമകളായി മാറി. 1980-ൽ മദ്യ ഉപഭോക്താക്കളുടെ കുറഞ്ഞ പ്രായം 18 വയസ്സായിരുന്നുവെങ്കിൽ ഇന്നത് 12 മുതൽ 13 വയസ്സ് വരെയാണ്. യുവാക്കൾ, വിദ്യാർത്ഥികൾ എന്നീ വിഭാഗങ്ങൾ കടന്ന് മദ്യം സ്ത്രീകളിലേക്കും വ്യാപിച്ചു എന്നതാണ് നടുക്കുന്ന വസ്തുത. മദ്യപിക്കുന്ന സ്ത്രീകളുടെ എണ്ണത്തിൽ 10 വർഷത്തിനിടെ 4 ഇരട്ടി വർധനവ് ഉണ്ടായിട്ടുണ്ട്. സംസ്ഥാനത്ത് 10 ലക്ഷത്തോളം വനിതാ മദ്യപരുണ്ടെന്ന് പുതിയ കണക്കുകൾ സൂചിപ്പിക്കുന്നു. വാഹനാപകടങ്ങളിൽ 85% മദ്യപാനം മൂലമാണ്. ഇന്ത്യയിലെ ആകെ അപകടങ്ങളുടെ കണക്കിൽ 12% കേരളത്തിലാണ് നടക്കുന്നത്. കേരളത്തിൽ നടക്കുന്ന വാഹനാപകടങ്ങളിൽ 40% മദ്യപാനവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. സർക്കാർ ആശുപത്രികളിലെ 19% കിടക്കകളും മദ്യപന്മാർ കൈയടക്കുന്നതായാണ് കണക്കുകൾ പറയുന്നത്. തലയ്ക്ക് പരിക്കേറ്റ് ആശുപത്രിയിലെത്തുന്നവരിൽ 37% മദ്യപാനികളാണ്. കുറ്റകൃത്യങ്ങളുടെ ഇന്ത്യൻ ശരാശരി 175.6 ആണെങ്കിൽ കേരളത്തിലത് 306.5 ആണ്. ക്രിമിനൽ കുറ്റകൃത്യങ്ങളിൽ 87% പിന്നിൽ മദ്യമാണ്. ഭാര്യമാരെ ഉപദ്രവിക്കുന്ന ഭർത്താക്കന്മാരിൽ 85% മദ്യപരാണ്. ഗാർഹിക അതിക്രമ കേസുകളിൽ പ്രധാന പ്രതി മദ്യമാണ്. മദ്യപാനികൾ കുടുംബ ബജറ്റിൻ്റെ 60 മുതൽ 70% വരെ മദ്യപാനത്തിനായി ചെലവിടുന്നു. 85% കുടുംബ കലഹങ്ങൾക്കും കാരണം മദ്യമാണ്. കേരളത്തിലാണ് ഇന്ത്യയിലെ ആത്മഹത്യയിൽ 10% നടക്കുന്നത്. 1,25,000 പേർ കേരളത്തിൽ ആത്മഹത്യ ചെയ്യപ്പെടുന്നു. ആത്മഹത്യയ്ക്ക് ശ്രമിച്ചവരിൽ 34% പേരും മദ്യപരാണ്. കുടുംബ ആത്മഹത്യകൾക്ക് പിന്നിലും മദ്യമാണ്. അനധികൃതമായി ജോലിക്ക് ഹാജരാകാത്തവർ 40% മദ്യപാനികളാണ്. ഒരു ദിവസം 150-ന് മുകളിൽ വിവാഹമോചന കേസുകൾ വരെ കേരളത്തിൽ ഫയൽ ചെയ്യപ്പെടുന്നു. ഇതിൽ 80% കാരണം മദ്യപാനമാണ്. മദ്യാസക്തി വൈദ്യശാസ്ത്രപരമായും മനഃശാസ്ത്രപരമായും ചികിത്സ ആവശ്യമുള്ള ഒരു രോഗമാണ്. 100 മദ്യപാനികളിൽ 20ഓളം പേർക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഒരു മനോരോഗം ബാധിക്കുന്നു. 100 മദ്യപാനികളുടെ കുടുംബം എടുത്താൽ അതിൽ 7 കുടുംബങ്ങളിലും മനോവൈകല്യമുള്ള കുട്ടികൾ ജനിക്കുന്നു. ലോകാരോഗ്യ സംഘടനയുടെ നിർവചനമനുസരിച്ച് മദ്യപാനം
ഒരുവന്റെ ആരോഗ്യത്തെ നശിപ്പിച്ചിട്ടും തൊഴിൽ പ്രശ്നങ്ങളും സാമൂഹിക പ്രശ്നങ്ങളും സൃഷ്ടിച്ചിട്ടും സാമ്പത്തിക തകർച്ച ഉണ്ടായിട്ടും അയാൾ തുടർന്നും മദ്യപിക്കുന്നുവെങ്കിൽ അയാൾ ഒരു മദ്യപാന രോഗിയാണ്. മദ്യപാനിയുടെ ശരീരത്തിൽ മദ്യത്തിൻ്റെ സ്വാധീനം എങ്ങനെയെന്ന് നോക്കാം. മദ്യത്തിലെ പ്രധാന ഘടകമാണ് ആൽക്കഹോൾ. കുടിക്കുന്ന മദ്യം ശരീരകോശങ്ങളിൽ വെച്ച് അസറ്റേറ്റ് എന്ന രാസവസ്തുവായി മാറുന്നു. മദ്യം അസറ്റേറ്റായി മാറുന്നതിനിടയിൽ അസറ്റാൽഡിഹൈഡ് എന്ന വിഷപദാർത്ഥം ഉണ്ടാകുന്നു. ഇതിൻ്റെ അളവ് കൂടുതലാകുമ്പോൾ തൊലിപ്പുറത്ത് ചുവന്ന പാടുകൾ, ഛർദി എന്നിവ ഉണ്ടാകുന്നു. മദ്യം അമിതമായി കഴിക്കുന്നവർ ഛർദിക്കുന്നതിൻ്റെ കാരണം ഇതാണ്. അസറ്റാൽഡിഹൈഡിൻ്റെ നിർമ്മാണത്തിന് സഹായിക്കുന്നത് ആൽക്കഹോൾ ഡീഹൈഡ്രോജനേസ് അഥവാ ADH എന്ന എൻസൈമാണ്. ഈ വസ്തു കുമിഞ്ഞുകൂടുന്നത് മൂലമാണ് മദ്യപാനിക്ക് കിക്ക് അനുഭവപ്പെടുന്നത്. തുടർന്ന് അസറ്റാൽഡിഹൈഡ് അസറ്റേറ്റായി മാറുന്നു. ആൽഡിഹൈഡ് ഡീഹൈഡ്രോജനേസ് അഥവാ ALDH ആണ് ഈ പ്രവർത്തനത്തെ നിയന്ത്രിക്കുന്നത്. ഈ പ്രവർത്തനം പൂർത്തിയാകുമ്പോഴാണ് മദ്യപാനിയുടെ കെട്ടുവിടുന്നത്. ADHൻ്റെയും ALDHൻ്റെയും പ്രവർത്തനങ്ങൾ പലരിലും പല വിധത്തിലായിരിക്കും. ADHൻ്റെ പ്രവർത്തനം കാര്യക്ഷമമായവർ പെട്ടെന്ന് ഫിറ്റാകുമ്പോൾ ALDHൻ്റെ പ്രവർത്തനം കാര്യക്ഷമമായിട്ടുള്ളവരിൽ ഈ പ്രവർത്തനം പതുക്കെയേ നടക്കുന്നുള്ളൂ. ഇത്തരക്കാർക്ക് മദ്യത്തിൻ്റെ കിക്കറിയാൻ വളരെ കൂടുതൽ കഴിക്കേണ്ടി വരും. മദ്യപാനത്തിൻ്റെ വിവിധ ഘട്ടങ്ങൾ. ഒന്നാം ഘട്ടം. പാർട്ടികളിലോ വിനോദയാത്രയിലോ കുടുംബ പരിപാടികളിലോ സൗഹൃദ കൂട്ടായ്മകളിലോ ആണ് മദ്യം നുകർന്നു തുടങ്ങുന്നതെങ്കിലും അതിൽ നിന്ന് ലഭിക്കുന്ന ലഹരി മൂലം കാലക്രമേണ വ്യക്തി കുടിക്കുന്ന മദ്യത്തിൻ്റെ അളവും കഴിക്കുന്ന ദിവസങ്ങളും കൂടി വരുന്നു. മാത്രവുമല്ല, ലഹരി നിലനിർത്താൻ വ്യക്തിക്ക് കൂടുതലളവിൽ മദ്യപിക്കേണ്ടിയും വരുന്നു. മദ്യപിച്ച നേരത്ത് കാട്ടിക്കൂട്ടിയ സംഭവങ്ങൾ പിന്നീട് ഓർക്കാൻ കഴിയാത്ത ബ്ലാക്ക് ഔട്ട് എന്ന അവസ്ഥയും ചിലർക്കുണ്ടാകാം. ഇത്തരക്കാർ മദ്യപാനം പെട്ടെന്ന് നിർത്താൻ ശ്രമിച്ചാൽ ഓക്കാനം, ഛർദി, ക്ഷീണം, ഉറക്കക്കുറവ്, വിറയൽ എന്നിവ ഉണ്ടാകാം. ഈ അവസ്ഥയിൽ നിന്ന് രക്ഷപ്പെടുന്നതിനായി വ്യക്തി കൂടുതലായി മദ്യത്തിന് അടിമപ്പെടുന്നത് കാണാം. ഇങ്ങനെയുള്ളവർ മദ്യപാനത്തിനായി കൂടുതൽ സമയം ചിലവാക്കുകയും മദ്യത്തിൻ്റെ ദോഷവശങ്ങളെക്കുറിച്ചുള്ള ചർച്ചകളിൽ നിന്നും ഉപദേശങ്ങളിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കുവാനും ശ്രദ്ധിക്കുന്നു. രണ്ടാം ഘട്ടം. ഈ അവസ്ഥയിൽ മദ്യപാനിയുടെ ആത്മനിയന്ത്രണം നഷ്ടപ്പെടുന്നു. മദ്യപാനശീലത്തെ സ്വയം ന്യായീകരിക്കുന്നതിനൊപ്പം സാമ്പത്തിക പ്രശ്നങ്ങളാലോ കുടുംബ പ്രശ്നങ്ങളാലോ ആണ് താൻ മദ്യപിക്കുന്നതെന്ന് സ്വയം വിശ്വസിക്കുവാനും മറ്റുള്ളവരെ വിശ്വസിപ്പിക്കുവാനും ശ്രമിക്കുന്നു. കുടുംബബന്ധം തകരൽ, ദാമ്പത്യബന്ധം വേർപെടൽ, ജോലി നഷ്ടപ്പെടൽ, ശാരീരികാരോഗ്യം ക്ഷയിക്കൽ എന്നിങ്ങനെ വിവിധ പ്രശ്നങ്ങളാൽ ഈ ഘട്ടത്തിൽ മദ്യപാനിയുടെ ജീവിതം ദുരിതപൂർണമാകുന്നു. ചിലരെങ്കിലും ഈ അവസ്ഥയിൽ മദ്യപാനം നിർത്തി സ്വയരക്ഷയ്ക്ക് ശ്രമിക്കുമെങ്കിലും ഭൂരിഭാഗവും നിർത്തിയതിനേക്കാൾ വേഗത്തിൽ മദ്യപാനത്തിലേക്ക് മടങ്ങി വരുന്നത് കാണാനാകും. മൂന്നാമത്തെയും അവസാനത്തെയും ഘട്ടം. ഈ ഘട്ടത്തിൽ രോഗി ശാരീരികമായും മാനസികമായും പാടെ നശിക്കുന്നു.
സ്ഥലകാല ബോധം നഷ്ടപ്പെട്ട അവസ്ഥയിൽ മദ്യപിക്കാൻ വേണ്ടി കടം വാങ്ങുക, നുണ പറയുക, കളവ് നടത്തുക എന്നിവ സ്വഭാവത്തിൻ്റെ ഭാഗമായി തീരുന്നു. കുടി നിർത്തുമ്പോൾ ഉണ്ടാകുന്ന ശാരീരിക മാനസിക ബുദ്ധിമുട്ടുകൾ കാരണം മദ്യം ഉപേക്ഷിക്കുക ഇവർക്ക് ബുദ്ധിമുട്ടായി തീരുന്നു. മദ്യപാനിക്കുണ്ടായേക്കാവുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ: കരൾ രോഗങ്ങൾ, ഫാറ്റി ലിവർ. മദ്യപാനത്തെ തുടർന്നുള്ള കരൾ രോഗങ്ങൾ ഘട്ടം ഘട്ടമായാണ് പ്രത്യക്ഷപ്പെടുന്നത്. ആദ്യ ഘട്ടമാണ് ഫാറ്റി ലിവർ. തുടർച്ചയായി മദ്യപിക്കുന്ന 90% ആളുകളിലും ഫാറ്റി ലിവർ ഉണ്ടാകാറുണ്ട്. കരളിലെ കോശങ്ങൾ കൊഴുപ്പ് അടിഞ്ഞുകൂടുന്ന അവസ്ഥയാണിത്. ഹെപ്പറ്റൈറ്റിസ്. ആൽക്കഹോളിക് ഹെപ്പറ്റൈറ്റിസ് മദ്യപാനം മൂലമുണ്ടാകുന്ന കരൾ രോഗങ്ങളുടെ രണ്ടാം ഘട്ടമാണ്. ഹെപ്പറ്റൈറ്റിസ് ഉണ്ടാകുമ്പോൾ കരളിന് നീർവീക്കമുണ്ടാകുന്നു. കരളിലെ കോശങ്ങൾ കേൾക്കുന്ന ക്ഷതത്തെ തുടർന്ന് കോശങ്ങൾക്ക് ചുറ്റും ഛേദരക്താണുക്കൾ അടിഞ്ഞുകൂടുകയും കരളിൻ്റെ ഘടനയിൽ വ്യതിയാനം ഉണ്ടാക്കുകയും ചെയ്യും. സിറോസിസ്. കരൾ രോഗത്തിൻ്റെ സ്ഥിരമായ അവസാന ഘട്ടമാണ് സിറോസിസ്. സാധാരണഗതിയിൽ കരൾ മൃദുവും ഉപരിതലം മിനുസമുള്ളതുമായ അവയവമാണ്. എന്നാൽ സിറോസിസിനെ തുടർന്ന് കരൾ ചുരുങ്ങി കട്ടിയുള്ളതായി മാറുന്നു. തകരാറുകൾ സ്വയം പരിഹരിച്ച് പൂർവ്വസ്ഥിതി പ്രാപിക്കാൻ കഴിവുള്ള അവയവമാണ് കരളെങ്കിലും സിറോസിസ് ബാധിച്ചു കഴിഞ്ഞാൽ കരളിൻ്റെ ഈ ശേഷി നഷ്ടപ്പെടുന്നു. പോർട്ടൽ ഹൈപ്പർ ടെൻഷൻ. സിറോസിസിനെ തുടർന്ന് പോർട്ടൽ സിരകളിലെ രക്തപ്രവാഹത്തിനുണ്ടാകുന്ന തടസ്സം പോർട്ടൽ രക്തസമ്മർദ്ദത്തിന് ഇടയാക്കുന്നു. പോർട്ടൽ സിരകളിൽ നിന്നും മറ്റ് രക്തക്കുഴലുകളിലേക്ക് അമിത മർദ്ദം വ്യാപിക്കുന്നത് മൂലം രക്തക്കുഴലുകൾ പൊട്ടുന്നതാണ് സിറോസിസ് രോഗികളിലെ മാരകമായ രക്തസ്രാവത്തിന് കാരണം. മഹോദരം. സിറോസിസ് രോഗികളിൽ വയറ്റിനുള്ളിൽ വെള്ളം കെട്ടി വയർ വീർത്ത് വലുതാകുന്ന അവസ്ഥയാണ് മഹോദരം. കോമ. അഗാധമായ അബോധാവസ്ഥയാണ് കോമ. തലച്ചോറിൻ്റെ പ്രവർത്തനമാന്ദ്യമാണ് കോമയ്ക്ക് കാരണമാകുന്നത്. സിറോസിസിൻ്റെ മറ്റൊരു സങ്കീർണതയായി കോമയുണ്ടാകും. ഉദര രോഗങ്ങൾ. മദ്യപാനത്തിലൂടെ അന്നനാളത്തിലുണ്ടാകുന്ന നീർവീക്കത്തെ തുടർന്ന് ഉള്ളിലെ നേർത്ത ശ്ലേഷ്മ സ്ഥലത്തിന് ക്ഷതം സംഭവിക്കുകയും ആഹാരമിറക്കാൻ ബുദ്ധിമുട്ട് അനുഭവിക്കുകയും ചെയ്യുന്നു. ആമാശയത്തിലെ ഉൾഭിത്തിയിലെ നേർത്ത സ്ഥലത്തിന് പരുക്കേൽക്കുന്നത് കാരണം ആമാശയ നീർവീക്കവും ഇതുമൂലം വിശപ്പില്ലായ്മയും ഛർദിയും ഉണ്ടാകുന്നു. മദ്യപാനികൾ രക്തം ഛർദിക്കുന്നതിൻ്റെ മുഖ്യ കാരണം ആമാശയ തകരാറുകളാണ്. അർബുദം. മദ്യപിക്കുന്നവരിൽ ക്യാൻസർ ഉണ്ടാകാനുള്ള സാധ്യത മദ്യം ഉപയോഗിക്കാത്തവരെക്കാൾ 10 മടങ്ങ് കൂടുതലാണ്. മദ്യപാനം മൂലമുള്ള ക്യാൻസർ ശരീരത്തിലെ മിക്കവാറും എല്ലാ അവയവങ്ങളെയും ബാധിക്കാമെങ്കിലും പുരുഷന്മാരിൽ ദഹനേന്ദ്രിയ വ്യവസ്ഥയിലും സ്ത്രീകളിൽ സ്തനങ്ങളിലുമാണ് കൂടുതൽ അർബുദ സാധ്യതയുള്ളത്. ഹൃദയാരോഗ്യം. അമിത മദ്യപാനികളിൽ ഹൃദ്രോഗ സാധ്യത 6 മടങ്ങ് വരെ കൂടുതലാണെന്ന് പഠനങ്ങൾ തെളിയിക്കുന്നു. ചെറിയ കാലയളവിൽ ഉപയോഗിക്കുന്നവരിൽ പോലും മദ്യം ഹൃദയപ്രവർത്തനങ്ങളെ സ്വാധീനിക്കാം. മദ്യപാനം ഹൃദയത്തിൻ്റെ പ്രവർത്തനക്ഷമത കുറയ്ക്കുകയും കൈകാലുകളിലേക്കുള്ള രക്തക്കുഴലുകൾ അമിതമായി വികസിക്കുകയും ഇതുമൂലം രക്തസമ്മർദ്ദം കുറയുന്നതിനാൽ എഴുന്നേൽക്കുമ്പോൾ തലകറക്കവും ബോധക്ഷയവും ഉണ്ടാകുകയും ചെയ്യുന്നു. മദ്യപാനം ഹൈപ്പർ ടെൻഷനും കാരണമാകാം. മദ്യപാനത്തെ തുടർന്ന്
അഡ്രിനാലിൻ, നോർ അഡ്രിനാലിൻ, സ്റ്റീറോയിഡുകൾ തുടങ്ങിയ ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കപ്പെടുകയും ഇവ രക്തധമനികളെ സങ്കോചിപ്പിക്കുന്നത് മൂലം രക്തസമ്മർദ്ദം ഉയരുകയും ചെയ്യുന്നു. മസ്തിഷ്ക രോഗങ്ങൾ. തുടർച്ചയായ മദ്യപാനം തലച്ചോറിൻ്റെ വലിപ്പം കുറയ്ക്കുന്നതിനൊപ്പം ഓർമ്മക്കുറവും ചിന്തയിൽ മാന്ദ്യവും ഉണ്ടാക്കുന്നു. അമിത മദ്യപാനം പോഷകക്കുറവിനാലുള്ള വെർണിക്കീസ് രോഗം അഥവാ കോർസക്കോഫ് സൈക്കോസിസ് തുടങ്ങിയ മാരകമായ രോഗങ്ങൾക്കും കാരണമാകാം. ഗൗട്ട്. രക്തത്തിലെ യൂറിക് ആസിഡിൻ്റെ അളവ് കൂടുമ്പോഴാണ് ഗൗട്ട് ഉണ്ടാകുന്നത്. മദ്യപാനം യൂറിക് ആസിഡിൻ്റെ ഉൽപ്പാദനത്തെ വർദ്ധിപ്പിക്കുന്നതും വിസർജന പ്രക്രിയയെ മന്ദീഭവിപ്പിക്കുന്നതും ഗൗട്ടിന് കാരണമാകുന്നുണ്ട്. എല്ലാവരും നിരപരാധി എന്ന് വിളിക്കുന്ന ബിയറാണ് ഗൗട്ടിൻ്റെ പ്രധാന കാരണക്കാരൻ. കണ്ണിൻ്റെ തകരാറുകൾ. അമിത മദ്യപാനം അന്ധതയ്ക്ക് കാരണമാകാം. മദ്യപാനത്തെ തുടർന്ന് ജീവകം B1, ഫോളിക് ആസിഡ് തുടങ്ങിയവയുടെ അഭാവം കണ്ണിൻ്റെ പ്രധാന നാഡിയായ ഒപ്റ്റിക് നെർവിൻ്റെ പ്രവർത്തനത്തെ തകരാറിലാക്കുമ്പോഴാണ് കാഴ്ചക്കുറവുണ്ടാകുന്നത്. പേശികളുടെ ബലക്ഷയം. മദ്യപാനത്തെ തുടർന്ന് പേശികൾക്ക് ബലക്ഷയം ഉണ്ടാകാറുണ്ട്. പടികൾ കയറാൻ ബുദ്ധിമുട്ട് അനുഭവപ്പെടുക, ഇരുന്നിട്ട് എഴുന്നേൽക്കാൻ പ്രയാസപ്പെടുക, ഉയരത്തിലുള്ള സാധനങ്ങൾ എടുക്കാൻ കഴിയാതെ വരിക എന്നിവയൊക്കെ പേശി ബലക്ഷയത്തിൻ്റെ സൂചനകളാണ്. മദ്യപാനവും വിളർച്ചയും. മദ്യപാനികളിൽ വിളർച്ച സാധാരണമാണ്. മദ്യപാനത്തെ തുടർന്ന് ആമാശയത്തിൽ നിന്നും കുടലിൽ നിന്നുമൊക്കെയുള്ള ആന്തരിക രക്തസ്രാവവും മദ്യപാനികൾ സാധാരണയായി കണ്ടുവരുന്ന പോഷകാംശക്കുറവുമൊക്കെ വിളർച്ചയുടെ കാരണങ്ങളാണ്. രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന പ്ലേറ്റ്ലെറ്റുകളുടെ എണ്ണത്തിലുണ്ടാകുന്ന കുറവ് രക്തസ്രാവത്തിനും സാഹചര്യമൊരുക്കുന്നു. ലൈംഗിക പ്രശ്നങ്ങൾ. 40% വിവാഹ ബന്ധങ്ങളുടെയും തകർച്ചയ്ക്ക് കാരണം ലൈംഗിക പ്രശ്നങ്ങളാണെന്നും ഇതിന് കാരണം മദ്യാസക്തിയാണെന്നും പഠനങ്ങൾ തെളിയിക്കുന്നു. സ്ഥിരമായി മദ്യപിക്കുന്നവരിൽ ഭാര്യയുടെ ചാരിത്ര്യ ശുദ്ധിയെ സംശയിക്കുന്ന ആൽക്കഹോളിക് ജലസ് ഹസ്ബൻഡ് സിൻഡ്രോം എന്ന രോഗം കൂടുതലായി കണ്ടുവരുന്നുണ്ട്. മാനസിക രോഗങ്ങൾ. പലവിധ മാനസിക രോഗങ്ങളും മദ്യപിക്കുന്നവരിൽ കൂടുതലായി കണ്ടുവരുന്നു. വിഷാദ രോഗവും മദ്യപരിൽ കൂടുതലാണ്. ചികിത്സയുടെ ഘട്ടങ്ങൾ. മദ്യപാനശീലത്തെ വിശദമായി മനസ്സിലാക്കുകയാണ് ചികിത്സയിലെ ആദ്യപടി. മദ്യപാനശീലത്തിൻ്റെ കാലയളവ്, കഴിക്കുന്ന മദ്യത്തിൻ്റെ അളവ്, കഴിക്കാനുള്ള കാരണങ്ങൾ, മാനസിക, ശാരീരിക, കുടുംബ, സാമൂഹിക പ്രശ്നങ്ങൾ എന്നിവയെക്കുറിച്ച് മനസ്സിലാക്കിയിട്ടേ ചികിത്സ ആരംഭിക്കാവൂ. പലപ്പോഴും ഇത്തരം വ്യക്തികൾ പ്രശ്നത്തിൻ്റെ തീവ്രത കുറച്ച് കാണിക്കാൻ സാധ്യത ഉള്ളതിനാൽ അയാളെ നന്നായി അറിയാവുന്ന ഒരാളെ കൂടി ചികിത്സാ സമയത്ത് ഉൾപ്പെടുത്തുന്നത് നന്നായിരിക്കും. മദ്യപാന ചികിത്സയുടെ ലക്ഷ്യം ഈ ശീലം പൂർണ്ണമായും മാറ്റുക എന്നതാണ്. ഇത് പൂർണ്ണമായും ഉടനെ സാധിച്ചില്ലെങ്കിൽ പോലും ഭാവിയിൽ പൂർണ്ണ മുക്തിക്ക് രോഗിയെ പ്രേരിപ്പിക്കാൻ കഴിയും. തുടർ ചികിത്സ. വീണ്ടും മദ്യപാനം ആരംഭിക്കുന്നത് ഒഴിവാക്കുക. കുടുംബവും ജീവിത പങ്കാളിയും
സാമൂഹികമായി ഇണങ്ങി ജീവിക്കാൻ പ്രേരിപ്പിക്കുക, ജീവിത നിലവാരം ഉയർത്തൽ എന്നിവയാണ് ദീർഘകാല ലക്ഷ്യങ്ങൾ. ദീർഘകാല ലക്ഷ്യങ്ങൾ കൈവരിക്കാൻ രോഗിയുടെ പങ്കാളിയുടെയും കുടുംബത്തിൻ്റെയും സമൂഹത്തിൻ്റെയും പിന്തുണ വളരെ അത്യാവശ്യമാണ്.